ബഹുമാനപ്പെട്ട ഉലമാ പറയുകയാണ്, അത് മുഷാവറ അംഗീകരിച്ച തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് നിങ്ങൾ അതിന്റെ പേരിൽ എവിടെയും പരിപാടികൾ നടത്തിയിട്ട് വിഷയമാവരുത് എന്ന് പറയുന്ന നിമിഷം എന്നോ അന്ന് ഈ വിഷയം അവസാനിപ്പിക്കും. ഞങ്ങൾ മനസ്സിലാക്കുന്നില്ല മുഷാവറയുടെ ഔദ്യോഗികമായ അംഗീകാരത്തോടു കൂടിയാണ് അത്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുള്ളത് എന്തിനടിസ്ഥാനത്തിലാണ്? ഞാൻ ചോദിക്കട്ടെ, ഒന്നിച്ചു പോകണ്ടേ? ഒരുമിച്ച് നിൽക്കണ്ടേ? ഒന്നിച്ചും പോകണമെന്ന് പലരും എപ്പോഴും പറയുമ്പോഴും എന്താ ഈ രീതിയിൽ ഉണ്ടാകുന്നത്? മദ്രസകൾക്ക് മാലിന്യങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്യുന്നത് യുവറാക്കളല്ലേ? ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ പറയല്ല. മാലിന്യം അത് കൊടുക്കണം. ഒരു മാലിന്യം റേഞ്ച് യോഗത്തിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ ശമ്പളത്തിന്റെ പുറമെ നമ്മൾ വിട്ടു കൊടുക്കണം. അവർ കോഴിക്കോട്ട് യോഗത്തിൽ ചേളാരി യോഗത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ തരുന്ന വൗച്ചറിൽ ഒപ്പിട്ട് സെക്രട്ടറി കാശ് കൊടുക്കുന്നതല്ലാതെ നിങ്ങൾ എത്ര ആണ് പോയത്, എവിടെയാ പോയത്, അതിന്റെ രേഖയും തെളിവ് ചോദിക്കില്ല. മാലിന്യങ്ങൾ തരുന്ന വൗച്ചർ എന്താണോ അത് കൊടുക്കും. അവിടെ എല്ലാ കാര്യങ്ങളിലും മാലിന്യങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഒത്താശയാണ്. പിരിവ് വേണം. ആവട്ടെ പിരിവാണ്. പരീക്ഷാ ഫീസ് 160 അല്ല. പരീക്ഷാ ഫീസ് എന്ന് പറഞ്ഞുകൊണ്ട് വിദ്യാഭ്യാസ ബോർഡിൽ ഇത്രയേ വേണ്ടതുള്ളല്ലോ, ബാക്കിയാരാ? അത് ജമാഅത്തുൽ ഉലമാന്റെ ഫണ്ട് ആയിക്കോട്ടെ, അൽഹംദുലില്ലാ. ജമാഅത്തുൽ ഉലമാന്റെ ഫണ്ട് വേണ്ടേ? അതുകൊണ്ട് പരീക്ഷാ ഫീസിന്റെ കൂടെ പിരിക്കുമ്പോ 50 100 കൂട്ടി പിരിച്ചാലും നിങ്ങൾക്ക് വേണ്ടിയാണെന്ന് പറയുമ്പോ ഉമറാക്കളായ നിങ്ങളുടെ മദ്രസകളിൽ അതിനനുകൂലമായി എല്ലാ സൗകര്യം ചെയ്ത് ഞങ്ങളുടെ മക്കളെ പിടിച്ചോളൂ. ഇനി മെഹ്റാബിന് പിരിക്കണം. ക്ഷേമനിധി, മാലിന്യങ്ങളുടെ വിവാഹം, മക്കളുടെ വിവാഹം, മാലിന്യങ്ങളുടെ വീട് നിർമ്മാണം, മാലിന്യങ്ങളുടെ മറ്റു പല കാര്യങ്ങൾ നിർവഹിക്കാൻ മദ്രസ കുറിച്ചുകൊണ്ട് പണം പിരിക്കണം. ആയിക്കോട്ടെ, ഒന്നും ചോദ്യം ചെയ്യാതെ എല്ലാ പിന്തുണയും കൊടുക്കുന്നവർ, എല്ലാം അവർക്ക് വേണ്ടി മാറ്റിവെക്കുന്നവരാണ്. നമ്മൾ ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പോലും ഒരു ഉസ്താദ്, മദ്രസയിൽ ഉസ്താദ് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ വേണ്ടി സ്പെഷ്യൽ ഭക്ഷണം നമ്മൾ പാകം ചെയ്ത് കൊടുത്തുകൊണ്ട് അവരെ സൽക്കരിക്കുന്നവരാണ്. അതിനൊക്കെ അള്ളാഹു കൂലി തരും. അള്ളാഹു കൂലി തരട്ടെ. അങ്ങനെയൊക്കെ നമ്മൾ ഉസ്താദ്മാരെ ബഹുമാനിച്ചിട്ട് നമ്മളൊക്കെ ചെയ്തിട്ട് ചില ആളുകളുടെ ബുദ്ധി കാരണമായി കൊണ്ട് തുരപ്പൻ പണിയെടുക്കുന്ന ഈ പണിയുണ്ടല്ലോ, അത് അവസാനിപ്പിക്കാൻ സമയമായി എന്ന് സൂചിപ്പിക്കേണ്ടിട്ടുണ്ട്. എല്ലാ കാലഘട്ടത്തിലും അടങ്ങി നിൽക്കാൻ കഴിയില്ല. എല്ലാ സമയത്തും ഇത് മൗനം പാലിക്കാൻ കഴിയില്ല. നിങ്ങൾ ചില ആളുകൾ കാട്ടിക്കൂട്ടുന്ന വികൃതികൾ, നിങ്ങളുടെ ചില സ്വന്തമായിട്ടുള്ള അജണ്ടകൾ നടപ്പാക്കുന്നത്, അതിന് ഏതറ്റം വരെ ക്ഷമിക്കേണ്ടി വന്നാലും ക്ഷമിക്കാൻ മാനേജ്മെന്റ് തയ്യാറായി നിൽക്കുമ്പോ അതിനപ്പുറത്തേക്ക് വീണ്ടും നിങ്ങൾ ഈ രീതിയിലേക്ക് പ്രവർത്തിക്കുകയാണെങ്കിൽ അത് ഇടപെടേണ്ട സമയത്ത് ഇടപെടാറായിട്ടുണ്ട് എന്ന് മാത്രമാണ് ഈ സദസ്സ് നിങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് ജാഗ്രത പുലർത്തണം. അതുകൊണ്ട് നമ്മുടെ മദ്രസകൾ ഏതെങ്കിലും ആളുകളുടെ ചട്ടുകത്തിന് അനുകൂലമായി പ്രവർത്തിക്കാൻ പാടില്ല. നമ്മൾ നമ്മുടെ മക്കൾക്ക് ഇൽമ പഠിപ്പിക്കപ്പെടുന്ന ഉസ്താദുമാർ, ആ ഉസ്താദുമാർ നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ളവരാവണം. അവർ ഐക്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാവണം. അവർ സമസ്തയെ ശക്തിപ്പെടുത്തുന്നവരാവണം. അവർ കമ്മ്യൂണിസത്തിന്റെ പാലം പണിയുന്നവരാവാൻ പാടില്ല. അവർ കമ്മ്യൂണിസത്തിന്റെ അനുകൂലമായി നിൽക്കുന്നവരാവാൻ പാടില്ല. അവർ കേരളത്തിലെ, പ്രത്യേകിച്ച് മലബാറിലെ സംഘശക്തിയായ മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനമായ മുസ്ലിം ലീഗിന്റെ പാരവെക്കുന്നവരാവാൻ പാടില്ല. അവർക്ക് രാഷ്ട്രീയമാവാം, പക്ഷേ മുഅല്ലിം സ്ഥാനത്തിരുന്നു മദ്രസയുടെ സ്ഥാനം ഉപയോഗപ്പെടുത്തിയിട്ട് പാലക്കാട് കുടുംബത്തിന് നേരെയും മുസ്ലിം ലീഗിന് നേരെയും തുരപ്പം പണിയെടുക്കുന്ന രീതി അതാരായിരുന്നാലും ശരി മദ്രസ സ്ഥാനത്തിൽ നിന്നുകൊണ്ട് വേണ്ട. അതുകൊണ്ട് സംഘപരമായി നിൽക്കാൻ സാധിക്കണം. രണ്ട് മക്കൾ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, മാനേജ്മെന്റ് അസോസിയേഷൻ മാനേജ്മെന്റിന്റെ നിങ്ങളെല്ലാം കൂടെ വിളിച്ചുകൂട്ടിയതിന്റെ പ്രധാന കാരണം ബഹുമാനപ്പെട്ട ഉലമാവിനോട് ശക്തമായി കാര്യത്തിൽ ഇടപെടാൻ അപേക്ഷിക്കാനാണ്. അല്ലാതെ പ്രതിഷേധം നാടുകൾ നടത്താനല്ല, നാടാകെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനല്ല, നിങ്ങളുടെ മഹല്ലിൽ ഉസ്താദുമാരെ ചോദ്യം ചെയ്യാനല്ല. ഏതുവരെ ഇതിന്റെ പേരിൽ നാളെ നിങ്ങൾ തീരുമാനം എടുത്തിട്ട് MSR ഇല്ലാത്തവർ മദ്രസയിൽ വന്നോട്ടെ, തീരുമാനിക്കരുത്. QSR ഇല്ലാത്തവർ ഖത്തീബ് ആയിക്കോട്ടെ, തീരുമാനിക്കരുത്. സമസ്തയാണ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഉസ്താദുമാരോട് നേരിട്ട് പറയാൻ സമയമായിട്ടില്ല. ഇടപെടേണ്ട റേഞ്ചുകൾ ഇവിടെ 3 റേഞ്ച്. ഒരു റേഞ്ച് നടക്കണമെന്നുണ്ടെങ്കിൽ ജനറൽ ബോഡിയിൽ 3 മാനേജ്മെന്റ് പ്രതിനിധികൾ കണ്ടൊരു മദ്രസയുടെ അത് അവരെ അറിയിക്കാതെ സ്വകാര്യമായി ചില ആളുകളുടെ അജണ്ടയിൽ നടപ്പാക്കി റേഞ്ചിന്റെ കമ്മിറ്റി പുനഃസംഘടിപ്പിച്ച വിവരമൊക്കെ നമുക്കറിയാം. നമ്മൾ ഇപ്പൊ പ്രശ്നമാക്കുന്നില്ല. വേണ്ടി വന്നാൽ അതിനും ഇടപെടേണ്ടി വന്നാൽ അത് ഇടപെടുക തന്നെ ചെയ്യും. മദ്രസയിൽ 3 മാലിന്യങ്ങൾ ഒരു റേഞ്ച് മാലിന്യം നടത്തുമ്പോ, ആ തെരഞ്ഞെടുപ്പ് നടത്തുമ്പോ
ഒരു മദ്രസയിൽ കൊണ്ട് 3 ആള് മാനേജ്മെന്റ് പ്രതിനിധികൾ നിർബന്ധമായി ക്ഷണിക്കപ്പെടണം. പലരും അറിഞ്ഞിട്ടില്ലല്ലോ, പലരും അറിയിച്ചിട്ടില്ലല്ലോ. ആ രീതിയിലാണുള്ളത്. അതുകൊണ്ട് അതൊക്കെ പോകട്ടെ. കഴിഞ്ഞ കാലങ്ങളൊക്കെ അവരെ വിശ്വസിച്ച്, മാനവികളെ വിശ്വസിച്ച് ഒക്കെ നിന്നതാ. പക്ഷേ ആ രീതിയിലാകുമ്പോൾ ചതിക്കാൻ പാടില്ല, പാര വെക്കാൻ പാടില്ല, തുരപ്പമയെടുക്കാൻ പാടില്ല, തിരിപ്പുണ്ടാക്കാൻ പാടില്ല. ആലിമീങ്ങളുടെ ഒരു പ്രൗഢിയും ഉലമാവിന്റെ ഒരു പ്രൗഢിയും ഞങ്ങൾ നിങ്ങളെ വിശ്വസിച്ചുകൊണ്ടാണ് എല്ലാം ഏൽപ്പിച്ചിട്ടുള്ളത്. ആ വിശ്വാസത്തിൽ മായം കലർത്തരുത്. കലർത്തിയാൽ തിരിച്ചറിഞ്ഞ് അതിനെ ചികിത്സിക്കാനുള്ള സംഘബോധം ഈ ഉമറാക്കൾക്കുണ്ട് എന്ന് മനസ്സിലാക്കണം എന്ന് മാത്രമാണ്. അതുകൊണ്ട് ഈ യോഗത്തിലെ പ്രധാനപ്പെട്ട ഒരു മെസ്സേജ്, പ്രിയപ്പെട്ടവരെ, മദ്രസ മാലിന്യങ്ങളോടും അല്ല, റേഞ്ചിനോടല്ല, സ്റ്റേജ് ജമീയത്തുൽ മാലിന്യങ്ങളോടല്ല, സമസ്ത മുഷാവറയോട് നമ്മൾ അപേക്ഷിക്കുന്നു. ആ അപേക്ഷിക്കാൻ ഞങ്ങൾ പല കാര്യങ്ങളും അപേക്ഷിച്ചിട്ടുണ്ട്. ഈ ഇരിക്കുന്നവരൊക്കെ പല കാര്യങ്ങളും അപേക്ഷിച്ചിട്ടുണ്ട്. പല കാര്യങ്ങളും പറയുമ്പോൾ ചില ആളുകൾ അവിടെ ഒച്ചപ്പാടുണ്ടാക്കി ആ അപേക്ഷകളൊക്കെ മുഴുവനും കാറ്റിൽ പറത്തപ്പെടുകയാണ്. കമ്മ്യൂണിസത്തിന്റെ പാലം പണിയാൻ വേണ്ടി തലക്കെട്ട് കെട്ടി നടക്കുന്ന ചില ആളുകൾ ചില യോഗങ്ങളിലെല്ലാം വന്നുകൊണ്ട് മുഷാവറയിൽ പോലും ചില പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് ഒരു അജണ്ട പോലും നടപ്പാക്കാൻ പറ്റാത്ത പ്രതിസന്ധി ഉലമാരുണ്ടാക്കുന്നുണ്ട്. ആ ഉലമാരുണ്ടാക്കാൻ ഒരു കാരണമുണ്ടാവാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ പരമാവധി പറഞ്ഞു, ഇനി ഉമറാക്കളെ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ സമസ്തയുടെ മുഷാവറയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ തിരുത്താനും വേഗതപ്പെടുത്താനും നേരാവണ്ണ പോകാനും പറയാൻ സമയമായി. നിങ്ങൾ പറയണം. അതിനാണ് നിങ്ങൾ വിളിച്ചു കൂട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് സംഘശക്തി ഒറ്റക്കെട്ടായി കൊണ്ട് നിൽക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ ശക്തി അള്ളാഹു വിജയിപ്പിക്കുമാറാവട്ടെ. ഈ കൂട്ടായ്മ അള്ളാഹു വിജയിപ്പിക്കുമാറാവട്ടെ. സമസ്തയുടെ ഉലമാഇന് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ. ഉമറാഇന് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. മഹാന്മാരായിരിക്കുന്ന മഹത്തുക്കളുടെ ഹത്തുജാഹ് ബർക്കത്തുകൊണ്ട് സമസ്തകളുടെ ജമീഅത്തുൽ ഉലമയുടെ ഈ സംഘശക്തി ഖിയാമത്ത് നാൾ വരെ അള്ളാഹു നിലനിർത്തുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.